ഹാഷ്മി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധന പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 5 മിനിറ്റ് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പോലീസ് സംഘം എയർ ക്യാമ്പിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് വന്നത്. നേരത്തെ ഇവിടെ ജില്ലാ ആശുപത്രിയിലേക്ക് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വന്നപ്പോൾ വലിയ തരത്തിലുള്ള ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രതിഷേധം കണ്ടതാണ്. ആ യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധക്കാരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വലിയ തരത്തിലാണ് അന്ന് രാഹുൽ മാങ്കൂട്ടമായിട്ട് ഇവിടെ വൈദ്യപരിശോധന നടത്തി പോലീസ് സംഘം മടങ്ങിയത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോഴും തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴും അവിടെയും വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ചീമുട്ടയേറും കാർക്കിച്ച് തുപ്പലും അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് നേർക്കുണ്ടായതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രതിഷേധം ഇവിടെയും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കനത്ത സുരക്ഷ ഒരുക്കിയാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പോലീസ് സംഘം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് വന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഉടൻ തന്നെ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. എയർ ക്യാമ്പിൽ കൊണ്ടുപോയതിനു ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരിക്കും പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുക. ഇന്നിപ്പോൾ കോടതി അവധിയാണ്. അതുമാത്രവുമല്ല, തിരുവല്ല മജിസ്ട്രേറ്റും ഇന്ന് അവധിയെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ രാഹുലിനെ ഹാജരാക്കുക. രാഹുലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന മുറയ്ക്കാണ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്നത്. ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുറയ്ക്ക് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും SIT സംഘം വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് ഏറെയും. അതിന് കാരണമെന്ന് പറയുന്നത് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ട് വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം രാഹുലിന്റെ ഫോണിൽ നിന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ, ശാസ്ത്രീയ വിവരങ്ങളടക്കം പരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. സാഹചര്യ തെളിവുകൾ കൂടി വേണം. നിലവിൽ തിരുവല്ലയിലെ ഹോട്ടലിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. രാഹുലിന്റെ അഭിഭാഷകർക്ക് ഫെനി നൈനാൻ ഈ ചാറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കോൺഫറൻസിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്ത് ഫെനി നൈനാൻ ഇത്തരം ചാറ്റ് വിവരങ്ങൾ കൂടി സമൂഹ മാധ്യമത്തിലടക്കം പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന രണ്ടാമത്തെ പരാതിയിൽ ഈ പരാതിക്കാരിയെ ഫ്ളാറ്റിലേക്ക് എത്തിച്ചു നൽകിയത് ഫെനി നൈനാൻ ആണെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ അത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം തനിക്ക് നേർക്ക് ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പരസ്യമായിട്ടുള്ള ചോദ്യം ഫെനി നൈനാൻ ചോദിച്ചതാണ്. മൂന്നാമത്തെ പരാതിയിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ പരാതിക്കാരിയുമായിട്ട് ഫെനി നൈനാന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഫെനി നൈനാന് അറിയാം എന്നുള്ള കാര്യങ്ങൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിൽ തന്റെ സ്വകാര്യതയെ കൂടി പുറത്തെത്തിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫെനി നൈനാൻ അതിജീവിതയുമായിട്ട് സംസാരിച്ചതിന്റെ ചാറ്റ് വിവരങ്ങൾ, വാട്സപ്പിൽ ചാറ്റ് നടത്തിയതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2024 ഈ പറയുന്ന ഏപ്രിൽ മാസം 8-ാം തീയതി ബലാത്സംഗം നടന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ 2025 ഒക്ടോബർ വരെ തന്നോട് അതിജീവിത സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഫെനി നൈനാൻ പുറത്തുവിട്ട ചാറ്റിലൂടെ ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു സുരക്ഷിതമായിട്ടുള്ള സേഫായിട്ടുള്ള ഒരു സ്ഥലത്തെത്തി സ്വകാര്യമായിട്ട് കാണണമെന്ന് അതിജീവിത തന്നോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനായിട്ട് അവസരമൊരുക്കിയത്. ഫ്ളാറ്റിൽ വന്ന് കാണണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. അവിടെ മറ്റാരും ഉണ്ടാകാൻ പാടില്ല, അതല്ല എങ്കിൽ ഒരു വാഹനത്തിൽ MLA ബോർഡ് വെക്കാത്ത താൻ വരുന്ന വാഹനത്തിൽ അതിജീവിതയുടെ വാഹനത്തിൽ തന്നെ വന്ന് ഒരുമിച്ചിരുന്ന് രാഹുലിനെ കാണാം, കുറച്ച് സമയം വേണം, കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് അതിജീവിത പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഫെനിയോട് സംസാരിച്ചതിന്റെ കാര്യങ്ങളടക്കമുള്ള ചാറ്റ് വിവരങ്ങളാണ് ഇപ്പോൾ ഫെനി നൈനാൻ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്.